2 പ്രാവശ്യം തെറ്റി. പിന്നെ അവർ ലാലേട്ടൻ എന്ത് പറ്റി? ലാലേട്ടൻ എത്ര പേര് ഇവിടെ ഇപ്പം തെറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാരണം അവർ എത്ര പേര് നല്ല ഗംഭീര ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുമെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കണം. ലാലേട്ടൻ പിന്നെ ചെവിയും കൊണ്ടാന്ന് പറഞ്ഞു ഇവിടെ നമ്മളാണ് സൂപ്പർ സ്റ്റാർ അത് ഓർത്തിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞു. ആട്ടേക്ക് ഓക്കെ. ഇപ്പൊ അശോകൻ ചേട്ടൻ സീരിയസ് കാര്യങ്ങളിലേക്കൊക്കെ വരുന്നു. ഞാൻ വരുന്നതല്ല, എന്നെ കൊണ്ടുപോകുന്നതാണ്. ഞാനിപ്പോഴും കോമഡി ചെയ്യാൻ കൊതിക്കുന്ന ആളാണ്, പക്ഷെ വരുന്നില്ല. ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ പോലെ സാധനങ്ങൾ അത് ദിലീപായിട്ടുണ്ട്, അനീഫിക്കുണ്ട്. അതിനിവിടെ അഭിനയിക്കുമ്പോൾ വേറൊരു വൈബാണ്, ഭയങ്കര ട്യൂണാണ്. പാണ്ടിപ്പടയൊക്കെ ശരിക്കും നമ്മൾ ടൂറ് പോണ പോലെ, ആ പടത്തിൽ അഭിനയിക്കാൻ പോണ പോലെയല്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരം വെളുക്കാൻ ഇങ്ങനെ കാത്തിരിക്കും സെറ്റിലേക്ക് പോരാ. അത്ര കൊതിയായിരുന്നു. 5 പേര് ഓടുന്നു. ആ ഓടുന്നതിൽ ആദ്യം എത്തുന്നവനെ ഒന്നാമെന്ന് പറയുന്നത്. പക്ഷെ ഓടാൻ അറിയുന്ന എത്ര പേര് പുറത്ത് പോകണമെന്ന് അറിയാമോ? ഞങ്ങളൊക്കെ ഈ പടത്തിലേക്ക് ആകർഷിച്ചത് തന്നെ ഈ ഒരു പ്ലോട്ടാണ്, ഈ ഒരു സംഭവമാണ്. ഈ സംഭവം എന്താണെന്ന് ഞങ്ങൾ പറയത്തില്ല, ഞങ്ങളെ കൊന്നാലേ ഞങ്ങൾ പറയത്തില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സൈന സൗത്ത് പ്ലസ്. ഞാൻ ആതിര. ഇന്ന് എന്നോടൊപ്പം എത്തിയിരിക്കുന്നത് ടർക്കിഷ് തർക്കം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അശോകൻ ചേട്ടൻ, ശ്രീരേഖ ചേച്ചി ആൻഡ് അജയ്. വെൽക്കം. നമ്മൾ അർജുൻ ചേട്ടൻ്റെ ഒക്കെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് അർജുൻ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, കർക്കശക്കാരനായ ഒരു അച്ഛനാണ് വീട്ടിൽ അശോകൻ ചേട്ടൻ എന്നൊക്കെ. അല്ല, അതിപ്പോ എല്ലാവരിലും ഉണ്ടത്. ഇപ്പൊ ഞാൻ എന്നിൽ മാത്രമല്ലല്ലോ, എല്ലാ മനുഷ്യരിലും ഉണ്ട്. ചില കാര്യങ്ങൾ അവർക്ക് നിർബന്ധമുണ്ട്, അത് ഇങ്ങനെ വേണം എന്നുള്ളത് ഇല്ലേ. അത് അവരുടെ സ്വഭാവത്തിലുള്ളതാണ്. അത് ഞാൻ വീട്ടിലുണ്ടാവും, അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അല്ല, നമ്മളിങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുന്നു. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ ചോദിക്കാം, അങ്ങനെയൊക്കെയാണോ, കോമഡി ഒക്കെയാണോ? പറഞ്ഞ അങ്ങനെയല്ല, എന്നെ വഴക്ക് പറയുന്ന ഒരു അച്ഛനാണ്. വഴക്ക് പറഞ്ഞിട്ട് വഴക്ക് പറയണമല്ലോ. വഴക്കല്ലത്, കാര്യങ്ങൾ പറയുന്നതിന് വഴക്കായിട്ട് കാണുക. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ളത്, ഇപ്പം അശോകൻ ചേട്ടൻ്റെ ലുക്ക് കാര്യങ്ങൾ ഇപ്പം ഭയങ്കര സ്റ്റൈലിനെയും അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഷൂസിലാണെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീഡിയോസിലൊക്കെ വരുമ്പോൾ. അപ്പം ആരാണ് ഈ സ്റ്റൈലിന് പിന്നിൽ? അല്ലെങ്കിൽ ഇപ്പം അത് എൻ്റെ അർജുൻ ചേട്ടനാണോ? എൻ്റെ മോനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മകളുണ്ട്, എൻ്റെ വൈഫുണ്ട്. എല്ലാവരും അവർ സെലക്ട് ചെയ്യും ഓരോ സാധനങ്ങൾ. എനിക്കങ്ങനെ വലിയ സെലക്ഷൻ ഒന്നുമില്ല. അപ്പൊ അവര് അത് കൊള്ളാതെ ഒഴിച്ച് ഇത് പിന്നെ കുറെ ഇങ്ങനെ അവരൊക്കെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അവര് തന്നെ ഇത് എടുത്താൽ മതി, ഇത് നല്ലായിരിക്കും അങ്ങനെ പറഞ്ഞു. എടുത്താൽ മതി എന്നല്ല, എടുത്ത് തന്നെയല്ലേ ഇതിട്ടിട്ട് പോയാൽ മതി എന്നൊക്കെ അല്ലേ. ഇപ്പൊ സിനിമകളെ, അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു അശോകൻ ചേട്ടനൊക്കെ ഒരുപാട് വർഷങ്ങളായി മലയാളം ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പം ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ വന്ന ഒരാളാണ്. അപ്പം ഇപ്പം മലയാളം സിനിമകളെ എങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനാണ് ചൂസ് ചെയ്യുന്നതാണോ? ഇങ്ങനെ എല്ലാ വേഷവും അതിൻ്റെതായുള്ള റിസ്ക് ഉണ്ട് നമുക്ക്. അതും ഇപ്പം ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും. ഞാനിപ്പോൾ ഒരു വേഷം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ റൂമിൽ പോയിട്ട് അഭിനയിച്ചത്, സെറ്റിൽ അഭിനയിച്ച സീൻ റൂമിൽ പോയി വീണ്ടും അഭിനയിച്ച് നോക്കും. ഒറ്റയ്ക്ക് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് നോക്കും. ഇന്നിപ്പോൾ എടുക്കാൻ പോണ സീൻ അങ്ങനെ ഒന്ന് അഭിനയിച്ച് നോക്കും. പിന്നെ കുറേ മൂവീസ് ഞാൻ കാണുന്നുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ സിമിലാരിറ്റി ഉള്ള ഏതെങ്കിലും ക്യാരക്ടർ ചെയ്തേക്കുന്ന മൂവീസൊക്കെ ഞാൻ കാണും. അത് കൊതിയാണ് സിനിമകൾ കാണാനായിട്ട്. അത് കൂടുതലും ഞാൻ വേറെ ഭാഷകളും കാണും, നമ്മുടെ മലയാളവും കാണും. എന്നിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കിപ്പോൾ ഈ പടത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, സെറ്റിൽ വെച്ചിട്ട് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ മകൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അതുപോലെ തന്നെ സണ്ണിയുടെ ക്യാരക്ടർ ചില സമയത്ത് പെർഫോം ചെയ്യണ കാണുമ്പോഴും ആ ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട് സണ്ണിയുടെ ക്യാരക്ടറിൽ. അതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അതങ്ങനെ ആലോചിക്കും. അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. അപ്പം ഇപ്പം അശോകൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനും ആ സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. ഹനീഫിക്ക, അല്ലെങ്കിൽ അശോകൻ ചേട്ടൻ, ദിലീപ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ, ഇന്നസെൻ്റ് അങ്കിൾ, അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ആ സിനിമകളുടെയൊക്കെ ഒരു സക്സസ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടതാണ്. ഹനീഫിക്ക ഇപ്പം ഡയലോഗ്സ് ഇല്ലാതെ തന്നെ എക്സ്പ്രഷൻ കൊണ്ട് മാത്രം ഒരുപാട്, അതായത് ഒത്തിരി ഡ്യൂറേഷനുള്ള സീനിൽ പോലും ഹനീഫിക്കയ്ക്ക് ഡയലോഗ് ഉണ്ടായിട്ടില്ല, പക്ഷെ എന്നിട്ട് എക്സ്പ്രഷൻ കൊണ്ടൊക്കെ നിൽക്കുന്നത്. അപ്പം ഹനീഫിക്കയെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു മെമ്മറി എന്തായിരിക്കും അശോകൻ ചേട്ടാ? ഹനീഫിക്ക എന്ന് പറഞ്ഞാൽ ചെറിയ തമാശ കിട്ടിയ പൊട്ടിച്ചിരിക്കുന്ന ആളാണ്. ചെറിയ തമാശ മതി പുള്ളിക്ക്, ഭയങ്കരമായിട്ട് ചിരിക്കും. പിന്നെ ഓർത്ത് ചിരിക്കും പുള്ളി. പുള്ളിയുടെ തമാശകളും കുറേ ഉണ്ട്. സെറ്റിൽ വെച്ചൊക്കെ സ്ഥിരം ഉണ്ടാകുന്ന തമാശയാണ്. പുള്ളിയെ ഷോട്ടിനൊന്ന് വിളിച്ചാൽ പുള്ളി അപ്പോൾ എഴുന്നേറ്റ് വെക്കും, മൊബൈൽ അവിടെ വെച്ച് മറന്നു പോകും. എന്നിട്ട് നമ്മളോട് തന്നെ പറയും, എടാ എൻ്റെ മൊബൈൽ എവിടെ വെച്ചിട്ട് ഒന്ന് ഡയൽ ചെയ്തിടാന്ന് പറയും. ആരെങ്കിലും ഡയൽ ചെയ്യുമ്പോൾ ബെല്ലവിടെ അത് അടിക്കുമ്പോൾ അതവിടെ ഉണ്ട്, പോയി എടുത്തിട്ട് കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് പടം അന്ന് പാക്കപ്പായിട്ട് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോള് വരും, നീ എന്നെ വിളിച്ചിട്ടുണ്ടായോ, നമ്മൾ തിരിച്ചു വിളിക്കും. അങ്ങനെ കുറേ തമാശ ഉണ്ട് ഹനീഫിക്കയുടെ. അതിനിവിടെ അഭിനയിക്കുമ്പോൾ വേറൊരു വൈബാണ്, ഭയങ്കര ട്യൂണാണ്. ചെയ്ത പടങ്ങളിലൊക്കെ
അങ്ങോട്ടൊന്ന് കൊടുത്താൽ ഗീവ് ആൻഡ് ഇങ്ങോട്ടൊന്ന് ടേക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം. അത് ദിലീപായിട്ടും ഉണ്ട്, അനീഫിക്ക ഉണ്ട്, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് നമുക്കിങ്ങനെ ഒരു ട്യൂണായി കിടക്കുന്ന. അന്നത്തെ ആ ഒരു സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഏതായിരിക്കും? ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെറ്റ്, ഒത്തിരി മിസ് ചെയ്യുന്ന? എല്ലാ സെറ്റും നമുക്ക് ഇഷ്ടപ്പെടാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും പഞ്ചാബി ഹൗസും പറക്കുന്ന കളി അങ്ങനെയുള്ള കുറേ സിനിമകളുണ്ട്. പാണ്ടിപ്പട, ഇതൊക്കെ പാണ്ടിപ്പടയൊക്കെ ശരിക്കും നമ്മൾ ടൂറ് പോണ പോലെ, പടത്തിൽ അഭിനയിക്കാൻ പോണ പോലെ അല്ല, ഒരു ടൂറാണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കഴിയുമ്പോൾ നമുക്ക് 38 ദിവസമായിട്ട് എടുത്തുള്ളൂ പഞ്ചാബി ഹൗസ് ഷൂട്ട്. പക്ഷെ ആ ദിവസം എനിക്ക് ദേഷ്യമില്ലാത്ത ദിവസം ഞാൻ സെറ്റിലുണ്ടാവും. ഞാൻ വെറുതെ പോയി അവിടെ പോയിരിക്കും, ഭയങ്കര മൂടാണ്. അത് ചെല്ലുന്നത് നമുക്ക് ഈ തലേ ദിവസമൊക്കെ നമ്മൾ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ വീട്ടിൽ തന്നെ പോയിരുന്നു, അത് എറണാകുളത്തായതുകൊണ്ട് വർക്ക്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മളൊന്ന് നേരം വെളുക്കാൻ ഇങ്ങനെ കാത്തിരിക്കും ഒരു സെറ്റിലേക്ക് പോരാ, അത്ര കൊതിയായിരുന്നു. അങ്ങനെ ചെയ്ത പടങ്ങളുണ്ട് കുറേ. എനിക്ക് അന്നത്തെ സിനിമകളിലൊക്കെ ഇവര് ശരിക്കും ഡയലോഗ് എഴുതി കൊടുത്തിട്ട് പറയുന്നതാണോ അതോ മൊമെന്റിൽ തന്നെ പറയുന്ന അങ്ങനത്തെ ഒരു ഡിഫറൻസ് വരുന്നുണ്ടായിരുന്നു? റാഫി ബക്കാട്ടിന്റെ ഒക്കെ സിനിമകൾ കൂടുതലും, ഇപ്പൊ പ്രിയൻ സാറ് ആണെങ്കിലും അങ്ങനെയുള്ള ഹ്യൂമർ സിദ്ദിഖ് ലാലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു സീന് വായിക്കും, സെറ്റിൽ വന്നിട്ട് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ ചെയ്യാമോ എന്ന് പറയും. നമ്മൾ റിഹേഴ്സൽ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് അഡീഷണൽ വരികയാണെങ്കിൽ നമ്മൾ സിദ്ദിഖിനോടാണെങ്കിലും റാഫിനോടാണെങ്കിലും അവർ തന്നെ പറയും. ചില സീനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റിഹേഴ്സൽ എടുക്കുമ്പോൾ നമുക്ക് ഇത് കൂടി കേട്ടോ, ഇത് കൂടി പറ അങ്ങനെ നമ്മൾ പറയും. അന്നേരം തന്നെ ആഡ് ചെയ്ത് തരും. അങ്ങനെ കുറേ ചെയ്യുന്നുണ്ട് അശോകൻ ചേട്ടാ. അപ്പം അതായത് ഇപ്പം കരയിപ്പിക്കുന്ന റോളുകളും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചിരിപ്പിക്കുന്ന റോളുകളും ചെയ്തിട്ടുണ്ട്. ഏതായിരിക്കും കമ്പയർ ചെയ്യുമ്പം ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ ഏതായിരിക്കും അങ്ങനെ? എല്ലാം ഒന്നും എളുപ്പമല്ല, എന്ത് ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള റിസ്കുകളുണ്ട്. അങ്ങനെ അറിഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഷോട്ട് ഇപ്പോഴൊക്കെ നമുക്ക് കാണാമല്ലോ, മോണിറ്ററിൽ കയറാം. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കി കഴിയുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെയും കൂടി ചെയ്താൽ നമുക്കൊന്നുകൂടി എടുക്കാമെന്ന് അങ്ങനെ പറയുന്ന ഇപ്പോഴത്തെ ന്യൂ ജെൻ എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് എല്ലാവരും നമുക്ക് തൃപ്തിയായില്ലെങ്കിൽ നമുക്കൊന്നും, അതും എല്ലാവരും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പം പിള്ളേരുടെ ന്യൂ ജെൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ നമ്മൾ അവരിൽ ഒരാളായി. ഇപ്പം തക്കി കടയിൽ തന്നെ പടം എന്ന് പറഞ്ഞില്ലേ, എല്ലാ പിള്ളേരായിരുന്നു. അങ്ങനെ ഇപ്പം ചെയ്ത പടങ്ങളൊക്കെ എല്ലാ യൂത്താണ്. അവരുടെ ഞാൻ ചെയ്തത്. സാർ അവിടെ ഇരുന്നോ അല്ലെങ്കിൽ ചേട്ടൻ അവിടെ പോയിരുന്നോ കാരാവിലിരുന്നോ ഞാൻ ഇരിക്കില്ല, ഇവരിവിടെ വന്നിരിക്കും. ഭയങ്കര രസമായിരുന്നു. അപ്പൊ അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ആ സംഭവം. നമ്മൾ എന്ത് ചെയ്താലും പണ്ട് മോണിറ്ററൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ജഡ്ജ് ചെയ്യണം ശരിക്കും ക്യാമറമാനും ഡയറക്ടറും കൂടിയാണ്. ഓക്കെ കട്ട് ഓക്കെ എന്ന് പറഞ്ഞ് തീർന്ന്. ഇന്ന് നമുക്ക് കാണാം, കണ്ട പിന്നെ ഇവിടെ ചെയ്താലും കുഴപ്പമുണ്ടോ, അല്ല ചെയ്തോ, ഭയങ്കര സൗകര്യങ്ങളുണ്ട്. അപ്പൊ കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അതുപോലെ ശ്രീരേഖ ചേച്ചിയിലേക്ക് വരുവാണെങ്കിൽ, ശ്രീരേഖ ചേച്ചി ബിഗ് ബോസിൽ ഒരു ആക്ട് നമ്മളെ എല്ലാവരെയും ഭയങ്കരമായിട്ട് കരയിച്ച ഒരു പെട്ടെന്ന് വന്ന് കരയിച്ച ഒരാൾ കൂടിയാണ്. ഇൻസ്റ്റാഗ്രാമിലാണ് റീൽസിലൂടെ ഒക്കെ ചേച്ചിയുടെ ആക്ടിങ് ഒരുപാട് പോപ്പുലർ ആയിരുന്നു. അപ്പം ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഞെട്ടിപ്പിക്കാൻ ഞങ്ങളിങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഏത് രീതിയിലായിരിക്കുമെന്ന്. അപ്പം അന്ന് ആ ബിഗ് ബോസിലെ ആക്ടിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് സ്പോട്ടിൽ സെലക്ട് ചെയ്തൊരു തീമായിരുന്നു, എങ്ങനെ ആയിരുന്നു അത്? അതെ, അത് നമ്മൾ സ്പോട്ടിൽ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഈ ബിഗ് ബോസിൻ്റെ ഒരു രീതി അറിയാമല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും, ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിലൊരു റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ചെയ്തൊരു പരിപാടിയാണ്. പക്ഷേ അത് അപ്പോൾ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തൊരു കാര്യമായിരുന്നു. അത് കണ്ടൂലേ? അത് കരയിക്കുന്ന ഒരു സീനായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ലൈഫാണെങ്കിൽ ഒരുപാട് സ്ട്രഗിളിലൂടെ വന്ന് നേടിയതാണ് ഈ ആക്ടിങ് കരിയർ ആണെങ്കിൽ പോലും. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചപ്പോഴാണെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ട്രോമയിലൂടെ കടന്നു വന്ന ഒരാൾ തന്നെയാണ്. അതിനുശേഷം സൈക്കോളജിസ്റ്റായി ഇപ്പം ഞങ്ങളെല്ലാം ഞെട്ടിച്ച് അഭിനേത്രി ആയി എത്തിയിരിക്കുന്നു. അപ്പം ആ ഒരു പീരീഡ് ഒന്ന് ഓർക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരുന്നു ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ? ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സ്ട്രഗിളിനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്ട്രഗിൾ എപ്പോഴും വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ലൈഫിൽ പോകെ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ സ്ട്രഗിളിനേക്കാളും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യാൻ നമുക്ക് ഇടയാവുന്നുണ്ട്. അവരുടെ സ്ട്രഗിളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്മുടെ ഈ ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ഒരു പടത്തിലേക്ക് അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് വരുവാണെങ്കിൽ, ആ പടം ഷൂട്ട് ചെയ്തത് ഒത്തിരി സ്ട്രഗിൾസിനെ ഫേസ് ചെയ്തിട്ടാണ്. കാരണം ആ ഷൂട്ടിംഗ് രീതി തന്നെ നമ്മൾ മോർണിംഗ് ടു ടിൽ പാക്കപ്പ് അന്നത്തെ ദിവസം പറയുന്നത് വരെ നമ്മൾ ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരില്ലേ, നമ്മൾ എന്താണ് എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട ഒരു ഗ്രാമത്തിലെ നിറയെ ആളുകൾ അവിടെ നിൽക്കുകയാണ്. ഈ ആളുകൾ അവിടെ സ്ട്രഗിൾ ചെയ്യുകയാണ്
സത്യത്തിൽ. ഒന്നാമത് കുട്ടിക്കാലത്ത് നല്ല അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും ഉണ്ട്, ഇഷ്ടം, നല്ല മഴയും. തണുപ്പും മഴയും. ഹ്യൂമിഡിറ്റി ഭയങ്കര, മഴ വേറെ, അതുകൂടെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന മഴയുണ്ട്. അജയ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മഴയത്ത് കിടന്ന് പറക്കുകയാണ്. എന്താ പറയുക, കൊറിയോഗ്രാഫി ചെയ്യാനോ കാര്യങ്ങളോ ഇത്ര ആൾക്കാരുള്ളപ്പോഴേക്ക് പ്രോപ്പർ ആയിട്ടില്ല കേട്ടാ. അത് ഒരു കൊറിയോഗ്രാഫി ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതൊന്നും പറയാൻ പറ്റില്ല. സ്പോട്ടിൽ അടിയാണ്. പിന്നെ അതുപോലെ അശോകൻ, നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശോകനെ പോലൊരു സീനിയർ ആർട്ടിസ്റ്റ് അവിടെ വന്ന് നിന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സ്ട്രഗിൾസ് കാണുമ്പോഴാണ് അജയും നമ്മളും എല്ലാവരും നമുക്കും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ആവുന്നത്. കാരണം പലപ്പോഴും അശോകനെ കുറച്ച് ഇൽനെസ് ഒക്കെ ഈ കാരവനൊക്കെ കുറച്ച് ദൂരെയാണ്, അതായത് ഒരു വഴിയിലേക്ക് ഇറങ്ങി വരില്ല. അപ്പൊ നമ്മളിത് കഴിഞ്ഞാൽ നേരെ അവിടെ പോയിരിക്കണമെങ്കിൽ തന്നെ നടക്കണം. ഞങ്ങളെല്ലാവരും വട്ടം കൂടി ഇരിക്കും. അത് ആരെപ്പോ വരും എപ്പോ പറയുന്ന ഷോട്ട് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റൂല. ഒരു ജാക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അവിടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ഷോട്ട് തരണേന്ന് പറയാൻ പറ്റില്ല. ഹ്യൂമിഡിറ്റി ഭയങ്കര ഡ്രൈ ആയിപ്പോ നമ്മള് ചുണ്ടൊക്കെ വണ്ടി പൊട്ടും അത്രയും ദിവസം. പക്ഷെ എന്നാലും ഉണ്ടല്ലോ രാവിലെ വരാൻ വന്നു ഭയങ്കര ഉത്സാഹമാണ് ഞങ്ങൾക്ക് ഓരോ ദിവസം. പക്ഷെ ട്രെയിലറിൽ നമ്മൾ മഴേനെ അങ്ങനെ കണ്ടിട്ടില്ല. മഴ വരും, മഴ വരും, അത് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണെന്ന് മഴയെ. അതുപോലെ ഇപ്പം അജയ് ചേട്ടൻ മഴ ഭയങ്കര അത്യാവശ്യ ഘടകമാണ്. ഞാൻ കണ്ടുപിടിച്ചു, ഇതിൽ നിന്നും ഞാൻ കണ്ടുപിടിച്ചതാണ്. അജയ് ചേട്ടനാണെങ്കിൽ ഇപ്പം തമിഴിലാണ് എനിക്ക് തോന്നുന്നു 5ഓളം സിനിമകൾ തമിഴിൽ ചെയ്തു. ഇപ്പോഴും ഏതോ ഒരു തമിഴ് പ്രോജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ കേൾക്കുന്നത്. ഏതാണ്? വിജയ് സേതുപതിയുടെ ഒരു പടം, പാണ്ഡ്യ സാർ ചെയ്യുന്ന ഒരു പടം പോയിക്കൊണ്ടിരിക്കുകയാണത്. അത് നടക്കുന്നത്. ഈ സിനിമയിൽ ഇപ്പം ലുക്കും ഉണ്ട്, അതുപോലെ തന്നെ സണ്ണി ചേട്ടനും ഉണ്ട്. അവരുമായിട്ടുള്ളൊരു സീൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? കോമ്പിനേഷൻ ഉണ്ട്, ചേട്ടനുമായിട്ടും കോമ്പിനേഷൻ, എല്ലാവരുമായിട്ടും വരുന്നുണ്ട്. എത്ര ദിവസത്തെ ഷൂട്ട് എടുത്തു ഈ ഒരു ഇത് കംപ്ലീറ്റ് ആവാൻ? ചെറിയ ഷെഡ്യൂളൊക്കെ ആയി. അതാണ് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ച് നാളായിട്ട് കാത്തിരിക്കുന്ന ട്രെയിലർ ഇറങ്ങി അല്ലെങ്കിൽ സോങ് ഇറങ്ങി. സോങ് ആണെങ്കിലും അവൻ രീതിയിൽ തന്നെ യൂട്യൂബിൽ നല്ല രീതിയിൽ റീച്ച് ആയ ഒരു സോങ് ആയിരുന്നു. അപ്പൊ അന്നോട്ട് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. എന്തായാലും ഒരു ഡിലേ വന്നത് ഈ ഒരു സിനിമ? അല്ല, ഒന്നാമത്തെ കാര്യം എന്താ അറിയാമോ, ഡേറ്റ്സ് കുറച്ചെടുത്ത്. കാരണം എന്താ വെച്ചാൽ ഡേ ലൈറ്റ് പെട്ടെന്ന് പോകുമല്ലോ. മിസ്റ്റ് വന്നാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, ലൈറ്റ് പോകും. മിസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ഡള്ളാകും, ഈ പെട്ടെന്ന് ഇരുട്ടായ പോലെ തോന്നും. അങ്ങനെ വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്യും. ആ വൈകുന്നേരം തന്നെ രാവിലെ വൈകുന്നേരം വരെ സമയം കറക്റ്റ് കിട്ടാറില്ല. അതുകൊണ്ടുള്ളൊരു അങ്ങനെ കുറച്ച് സമയം എടുത്തു. എനിക്ക് ഇപ്പം അർജുൻ ചേട്ടൻ്റെ ആണെങ്കിലും ആനന്ദ് ശ്രീവാല, അൻപോട് കൺമുടിങ്ങനെ ഉടനെ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛനും മകനും ഒരു കോമ്പറ്റീഷനിലാണോ? മത്സരമല്ലല്ലോ ഇത്, മത്സരിക്കാൻ പറ്റില്ല ആർക്കും. കാരണം ആരും ഇതിലാരും, ഇപ്പം ഞാൻ പറയുന്നത് ഒരാള് 5 പേര് ഓടുന്നു, ആ ഓടുന്നതിൽ ആദ്യം എത്തുന്നവനാണ് ഒന്നാമെന്ന് പറയുന്നത്. പക്ഷെ ഓടാൻ അറിയുന്ന എത്ര പേര് പുറത്ത് പോകണമെന്ന് അറിയാമോ? അതൊക്കെ അവരെയൊക്കെ നമ്മ ഓർക്കണത്. ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ലാലേട്ടൻ്റെ കൂടെ ഫസ്റ്റ് പടം ഞാൻ ചെയ്യുന്നത് ബാലേട്ടൻ തന്നെ പടമാണ്. അപ്പം ഞാനൊരു വലിയ ക്രൗഡിൻ്റെ ഇടയിൽ ഞങ്ങൾ എൻ്റെ കട കാണിച്ചിട്ട് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യണം, ലാലേട്ടൻ്റെയാണ്. അപ്പം തലേ ദിവസം വലിയ കുറേ ഡയലോഗ് ഞാൻ പറഞ്ഞാണ്. ഇവിടെ വെച്ചിട്ട് എനിക്ക് തെറ്റുന്നു, 2 പ്രാവശ്യം തെറ്റി. അപ്പം ലാലേട്ടൻ എന്ത് പറ്റി? ലാലേട്ടൻ എത്ര പേര് ഇവിടെ ഇപ്പം ഉണ്ട്, തെറ്റിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം അവർ എത്ര പേര് നല്ല ഗംഭീര ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുമെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കണം. ലാലേട്ടൻ പിന്നെ ചെവിയും കൊണ്ടാന്ന് പറഞ്ഞു, ഇവിടെ നമ്മളാണ് സൂപ്പർ സ്റ്റാർ, അത് ഓർത്തിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞു. ആട്ടേക്ക് ഓക്കെ. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ സംഭവങ്ങളും ചെയ്യണത്. ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ക്രൗഡിനെ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമ. ക്രൗഡല്ല ഇത്, എല്ലാ ആർട്ടിസ്റ്റുകളാണ്, ഉണ്ട്, എല്ലാ ആർട്ടിസ്റ്റുകളാണ്. ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ക്രൗഡ് ഉണ്ടാക്കിയാണ് നമ്മള്. ഒരു ഗ്രാമം മുഴുവൻ എല്ലാവരും ഓരോ കഥാപാത്രങ്ങളാണ്. എല്ലാവർക്കും അപ്പൊ ഡയലോഗും എല്ലാ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിലെ സോങ്സിന് എന്താണ് ഇമ്പാക്ട് ഉള്ളത് ഈ ഒരു സിനിമയില്? സിറ്റുവേഷൻ അനുസരിച്ചുള്ള സോങ്സ് അല്ല, വെറുതെ സോങ്സ് ഇട്ടിട്ടില്ല. ഒരു റൊമാൻസ് ഒരു സോങ് ഉണ്ട്. പിന്നെ ഈ പടത്തിന്റെ ഒരു ഡെപ്ത് കാണിക്കാനായിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ഒന്നും ആവശ്യമില്ലാത്തതായിട്ട് ഒന്നുമില്ല, പക്ഷെ എല്ലാം കറക്റ്റ് ചേരുവകളിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യുക, അതും ഫുൾ ഓഫ് ആർട്ടിസ്റ്റുകളാണ്. പലപ്പോഴും അശോകൻ നേരത്തെ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, അശോകൻ നേരിട്ട് ഇന്ന് പലരും അഭിനന്ദിച്ച് ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തിട്ട്. ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടൻ അഭിനയിച്ചപ്പോൾ എനിക്ക് കൂട്ടത്തിൽ ആരൊക്കെ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ കൂടെ അഭിനയിക്കാൻ വന്ന ചെറിയ ഒരു ഡയലോഗ് ഉള്ളെങ്കിലും അയാളൊക്കെ എന്ത് രസമായിട്ട് പെർഫോം ചെയ്യണമെന്ന് അറിയാമോ? ഗംഭീര ആർട്ടിസ്റ്റുകളെല്ലാവരും. മലയാളത്തിൽ ഇങ്ങനൊരു തർക്കം, ടർക്കിഷ് തർക്കം എന്നൊക്കെ ഒരു പേരിലൊരു സിനിമ വരുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു നെയിം. അശോകൻ ചേട്ടാ, എന്താണ് ഈ ടർക്കിഷ് തർക്കം? തർക്കം തന്നെയാണ് അത്. കാരണം വെച്ചാൽ അതിൻ്റെ കഥ പറയാൻ പറ്റില്ല, അതൊരു സസ്പെൻസാണ്. ഒരു നാട്ടിലുണ്ടാകുന്ന ഒരു സംഭവത്തെക്കുറിച്ച്
അതിൽ നിന്നുണ്ടാകുന്ന തർക്കങ്ങളാണ് ഈ കഥയിൽ പറയുന്നത്, നമ്മൾ ഈ ടർക്കിഷ് തർക്കത്തിൽ പറയുന്നത്. പക്ഷെ അതൊരു ഫാമിലി ഡ്രാമ തന്നെയാണ്. അതിൽ പ്രണയമുണ്ട്, ഇമോഷനുണ്ട്, ഫൈറ്റ് എന്താ അങ്ങനെ വലിയ ഫൈറ്റ് ഒന്നുമല്ല, പക്ഷെ തർക്കവും കാര്യങ്ങളായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അത് ഹ്യൂമർ ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം മിക്സ് ആണ്. പക്ഷെ ആ തർക്കത്തിനുണ്ടാകുന്ന കാരണം ഭയങ്കര ഡിഫറെൻ്റാണ്. അത് ആരും ഇതുവരെ പറയാത്ത ഒരു എലിമെന്റ് വെച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വെറൈറ്റി ഒരു പേരിൽ തന്നെ ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയല്ലേ. അതാ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുകയാണ്. എനിക്ക് തോന്നുന്നു അശോകൻ ചേട്ടാ, ഈ ഒരു സിനിമ നവാസിക്ക കഥ പറഞ്ഞ സമയത്ത് ഈ ഒരു തർക്കം എങ്ങനെയാണ് ത്രില്ലടിപ്പിച്ചത് അശോകൻ ചേട്ടനെ? അത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കാത്ത ആ സാധനം തന്നെയാണ് ത്രില്ലടിപ്പിച്ചത്. കാരണം കോമഡി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അശോകൻ ചേട്ടനെയാണ് നമ്മൾ കുറെ കണ്ടത്. ഇപ്പം ഘടകനാണെങ്കിൽ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടൊരു റോളിലേക്ക് വന്നു. ഇപ്പം അശോകൻ ചേട്ടൻ അങ്ങനെ സീരിയസ് കാര്യങ്ങളിലേക്കൊക്കെ വരുന്നു. ഞാൻ വരുന്നല്ല, എന്നെ കൊണ്ടുപോകുന്നതാണ്. ഞാനിപ്പോഴും കോമഡി ചെയ്യാൻ കൊതിക്കുന്ന ആളാണ്. അതെ, പക്ഷെ വരുന്നില്ല, നല്ല കോമഡി പടങ്ങൾ വരുന്നില്ല. ഇപ്പൊ സീരിയസ് ആയിട്ട് നമ്മളെ തർക്കങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അല്ലേ അങ്ങനെ ക്യാരക്ടറിലേക്ക്. ശ്രീരേഖ ചേച്ചി, അപ്പം ഈ ഒരു സിനിമയില് ടർക്കിഷ് തർക്കത്തിൽ ഏത് വേഷത്തിലാണ് ശ്രീരേഖ ചേച്ചി വരുന്നത്? കാരണം ആ ട്രെയിലർ കണ്ട സമയത്ത് ഭയങ്കര ഒരു മേക്ക് ഓവർ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു, ഗംഭീരമായിട്ടൊരു മേക്ക് ഓവർ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഏത് റോളാണ് ഇതില്? അതില് ഞാൻ അശോകൻ ചേട്ടന്റെ വൈഫിന്റെ ക്യാരക്ടറാണ്, ഹീറോയുടെ അമ്മ. പിന്നെ ഈ പറയുന്ന പോലെ മേക്ക് ഓവർ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ അശോകൻ ചേട്ടൻ്റെ ആണെങ്കിലും എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അജയുടെ ക്യാരക്ടറൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഭയങ്കരമായിട്ടല്ലേ ആ ഒരു സമയത്ത് നമ്മൾ ഷൂട്ട് ടൈമിൽ ഞങ്ങളെയൊക്കെ ഈ പടത്തിലേക്ക് ആകർഷിച്ചത് തന്നെ ഈ ഒരു പ്ലോട്ടാണ്, ഈ ഒരു സംഭവമാണ്. ഈ സംഭവം എന്താണെന്ന് ഞങ്ങൾ പറയത്തില്ല, ഞങ്ങളെ കൊന്നാലേ ഞങ്ങൾ പറയത്തില്ല, പക്ഷെ ആ സംഭവമാണ് ഞങ്ങൾ 3 പേരെയും ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതിന് ആപ്റ്റായുള്ള രീതിയിലാണ് ഞങ്ങൾ 3 പേർക്കും ഉണ്ട് മേക്ക് ഓവർ. ആ മേക്ക് ഓവർ വന്നതോടുകൂടി നമുക്ക് കുറേ കൂടി ആ ക്യാരക്ടറിനെ കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇൻവോൾവ് ആവാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു, മേക്ക് ഓവർ ശ്രദ്ധിച്ചതിന് താങ്ക് യു. നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നോ? ഹസ്ബൻഡ് വൈഫ് തർക്കങ്ങൾ? ഇല്ല, അതല്ല അങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു? അല്ല അടിയൊക്കെ കിട്ടിയോ? കാരണം മൊത്തം അടി, ഒരു ട്രെയിലറിന് മൊത്തം അടി അങ്ങോട്ട് കൊടുക്കും. അടിയൊന്നുമില്ല, അങ്ങനെ തർക്കത്തിലുണ്ടാകുന്ന സ്ട്രഗിളിന്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും അങ്ങോട്ട് ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ വെച്ചിട്ടുള്ള സാധനമല്ല. മാസ്റ്റർ ഉണ്ട് എങ്കിൽ തന്നെ ആ സ്ട്രഗിളിൽ നമ്മൾ കുറച്ച് നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് നാച്ചുറൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അജയ്, ഇവ എങ്ങനെയായിരുന്നു ടർക്കിഷ് തർക്കത്തിലേക്ക് ഈ ഒരു നവാസിക്ക വിളിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് എത്തിയത്? ബേസിക്കലി ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് നവാസിക്ക. അങ്ങനെ സ്വാഗതം നമ്മൾ ചോദിക്കുമല്ലോ പടം തുടങ്ങുമ്പോഴേക്കും, അപ്പം അങ്ങനെ ചോദിച്ചു തന്നെ വന്നതാണ്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറാണ്. തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ അശോകൻ ചേട്ടനാണെങ്കിലും തിരുനാൾ മലയാളികളെയൊക്കെ പൊട്ടിച്ചിരിപ്പിച്ച അശോകൻ ചേട്ടൻ ഒരു പക്ഷെ നല്ല രീതിയിൽ പൊട്ടിക്കരയിപ്പിക്കാൻ സാധ്യതയുള്ള പരിപാടിയാണ്. അങ്ങനത്തെ ഒരു പരിപാടിയാണ് വിളിച്ചേക്കുന്നത്. കോമഡിയായിട്ടൊന്നും യാതൊരു സംബന്ധമില്ല അല്ലേ? ഈ ഒരു സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു അശോകൻ ചേട്ടാ? പീരുമേടും ആ പരിസരത്തൊക്കെ തന്നെയായിരുന്നു. അവിടെ ആയിരുന്നു മെയിൻ ലൊക്കേഷൻ. ഈ പള്ളി ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു. എനിക്കൊന്ന് ലുക്കുവിന്റെ അച്ഛനായിട്ടാണ് അശോകൻ ചേട്ടൻ വരുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ആ സിനിമയില്? നമ്മൾ ട്രെയിലറിൽ കണ്ടു ലുക്കു ഭയങ്കര എന്താ പറയുക റൊമാൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ സിനിമയിലെ ലുക്കു? ഇതില് എന്താ പറയാ, ഇതില് സത്യത്തില് ഞങ്ങള് കാണുന്നില്ലല്ലോ, ഞങ്ങളുടെ മോന്റെ റൊമാൻസ് ഒന്നും ഞങ്ങള് കാണുന്നില്ലല്ലോ. പിന്നെ അവനായി, അവന്റെ പാർട്ട്ണറായി, അവന്റെ ലവ് ലൈഫായി. പക്ഷെ ഈ പടത്തിൽ എല്ലാം ഉണ്ട്. റൊമാൻസ്, അവനെ പെണ്ണ് കാണാൻ ഞങ്ങൾ പോകുന്നുണ്ട്, കല്യാണം ആലോചിക്കുന്നുണ്ട്, ആ വീട്ടിലെ സീൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വന്ന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചെറിയൊരു പ്രശ്നത്തിൽ നിന്നാണ് ഇതിലേക്ക് വരുന്നത്. ആ പ്രശ്നത്തിൽ വരുമ്പോഴാണ് ഞങ്ങളൊക്കെ എല്ലാം കൂടുതൽ ഇൻവോൾവ് ആവുന്നത് അവിടെ വെച്ചിട്ടാണ്. നിങ്ങളൊക്കെ എന്റെ ഓപ്പോസിറ്റ് അല്ലേ? ഇത് നമ്മൾ ഓപ്പോസിറ്റ് ടീമാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് ആകുന്നതാണത്. അതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരുപാട് യൂത്ത് ആണെങ്കിലും സിനിമയിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ഹിറ്റുകൾ ഇപ്പം ആവേശം പോലുള്ള സിനിമകളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വാഴ പോലുള്ള സിനിമകൾ. അപ്പം അശോകേട്ടന് ഈ ഒരു സിനിമകളെ കാണുമ്പോൾ ഇപ്പോഴത്തെ മലയാളം ഇൻഡസ്ട്രിയിലെ സിനിമകളുടെ ഇന്നൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അല്ല, മലയാള സിനിമ ഓരോ കാലഘട്ടത്തിൽ ഞാനൊക്കെ കണ്ടു തുടങ്ങുന്നത് തമാശകളുടെ അടൂർ ബാസി സാറും ബഹദൂർ സാറൊക്കെയാണ്. അവിടെ നിന്ന് മാറി എത്രയോ പേര് വന്നു. ആ മാറ്റങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്.
എന്ന് പറഞ്ഞാൽ ഈ യൂത്ത് വന്നപ്പോൾ സിനിമയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഇപ്പോഴും. അവരുടെ നമ്മളൊക്കെ നിൽക്കുന്നുണ്ടെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം. അവരുടെ ഞാനുണ്ട് പിടിച്ചു എന്ന്. നിൽക്കുന്നു നമ്മളെന്നൊക്കെയല്ലേ. ടർക്കിഷ് തർക്കം തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എന്താണ് ആ തർക്കമെന്നും, അതുപോലെ തന്നെ ഇപ്പം അജയ് ചേട്ടൻ പറഞ്ഞ പോലെ അശോകേട്ടൻ ഈ സിനിമയിൽ നമ്മളെ കരയിപ്പിക്കും, നന്നായിട്ട് കരയിപ്പിക്കും, പൊട്ടി കരയിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും സംശയം വേണ്ട. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിയേറ്ററിൽ തന്നെ പോകുന്നതാണ്. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു.